അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലത്തെ ഒരു ഗ്ലാസ് കട്ടർ നിർമ്മിക്കാമെന്നാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടി എൻ്റെ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതേപോലത്തെ ബൈക്കിൻ്റെ പ്ലഗ്ഗാണ്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലഗിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു മുട്ടി ഉപയോഗിച്ച് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചപ്പോൾ ഇതേപോലത്തെ 2 പീസാണ് നമുക്കിവിടെ കിട്ടിയത്. അതിൽ നിന്ന് കുറച്ച് ഷാർപ്പായിട്ടുള്ള പീസ് നമുക്കെടുക്കാം. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി നല്ല ഷാർപ്പായിട്ടുള്ള ഒരു പീസ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട ഇതേപോലത്തെ ഒരു പിടിയാണ്. ഇതിപ്പോൾ ഒരു മരത്തിൻ്റെ പിടിയാണ്. നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. ഈ പിടിയിൽ ഞാൻ ഇതേപോലെ ഒരു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പീസ് ഫിറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കിനി ഒരു നൂലെടുത്തിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റ് തന്നെ ഇതൊന്ന് നമുക്ക് കെട്ടിക്കൊടുക്കണം. ഒരു കാരണവശാലും നീങ്ങാതെ വിധത്തിൽ നമ്മൾ നല്ല രീതിയിൽ ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് ഞാൻ മാറ്റിയിട്ടുണ്ട്, കാരണം നേരത്തെ പീസിന് അത്ര മൂർച്ചയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ മറ്റേ പീസാണ് ഞാൻ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് വെച്ചത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വരഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ല രീതിയിൽ കട്ടായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ നോക്കിയാൽ കറക്റ്റായിട്ട് കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ച് നോക്കാം. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ കുട്ടികളാരും ഉപയോഗിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക, കാരണം ഷാർപ്പ് എഡ്ജാണ്. അതുകൊണ്ട് തന്നെ കൈ മുറിയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നല്ല തിക്നെസ്സിൻ്റെ ഗ്ലാസ് ഒന്നും മുറിക്കാൻ സാധിക്കില്ല. ഇതേപോലത്തെ ചെറിയ തിക്നെസ്സിൻ്റെ ഗ്ലാസ് മാത്രമേ നമുക്കിതിനെ കൊണ്ട് മുറിക്കാൻ സാധിക്കൂ. അപ്പോൾ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആക്കിയത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറഞ്ഞ ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.